നമസ്തേ. ഇന്നൊരു സുഭാഷിതം നോക്കാം. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, ഭൂഷണൈഹി കിം പ്രയോജനം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു സുഭാഷിതം. ഇതിൻ്റെ അർത്ഥം, ഹസ്തസ്യ ഭൂഷണം ദാനം, ഹസ്തത്തിന്, കയ്യിന് ഭൂഷണമാണ്, അലങ്കാരമാണ് ദാനം. സത്യം കണ്ഠസ്യ ഭൂഷണം, കഴുത്തിന്, കണ്ഠത്തിന് അലങ്കാരമാണ് സത്യം. ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം, കാതിന് അലങ്കാരമാണ് ശാസ്ത്രം, കേൾക്കുന്നത്. ഭൂഷണൈഹി കിം പ്രയോജനം, മറ്റ് അലങ്കാര വസ്തുക്കളാൽ എന്താണ് പ്രയോജനം? നമ്മൾ കൈകളിലെല്ലാം വളകള് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അലങ്കാരത്തിന് വേണ്ടി ധരിക്കൂലേ? അതിനേക്കാൾ അലങ്കാരം എന്താണ് കയ്യിനെ? ദാനം. അതേപോലെ കഴുത്തിൽ നമ്മൾ മാലയെല്ലാം അണിയാറുണ്ട് അല്ലെ? അത് സൗന്ദര്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ സൗന്ദര്യം, അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? സത്യം പറയുന്നതാണ്. അതേപോലെ കാതിൽ നമ്മൾ കമ്മല് അണിയാറുണ്ട്. അപ്പോൾ കാതിന് അലങ്കാരം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ അറിയുന്നതാണ് കാതിന് അലങ്കാരം. ഭൂഷണൈഹി കിം പ്രയോജനം, ഈ പറഞ്ഞ മാലകളോ വളകളോ അല്ലെങ്കിൽ കമ്മലുകളോ ഇങ്ങനെയുള്ള ഭൂഷണങ്ങളാൽ എന്താണ് പ്രയോജനം? ഇതാണ് ഈ ഒരു സുഭാഷിതത്തിന്റെ അർത്ഥം. ഇവിടെ ഒരൊറ്റ ക്രിയാപദമേ ഉള്ളൂ. ഏതായിരിക്കും? അസ്ഥി, അസ് ധാതുവിന്റെ വർത്തമാനകാലത്തിൽ ലട്ടുലകാരത്തിലുള്ള ക്രിയാപദമാണ് അസ്ഥി. സിമ്പിളാണ് നമുക്ക് എഴുതാൻ. ഹസ്തസ്യ ഭൂഷണം ദാനം, സത്യം കണ്ഠസ്യ ഭൂഷണം, ശ്രോത്രസ്യ ഭൂഷണം ശാസ്ത്രം ച അസ്തി, ഭൂഷണൈഹി കിം പ്രയോജനമസ്തി. ഇതാണ് ഇതിന്റെ അന്വയം. സിമ്പിളാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതിൽ പിന്നെ പദച്ഛേദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയും പദച്ഛേദത്തിന്റെ ആവശ്യമില്ല. എല്ലാം ചെയ്ത് വെച്ച, പദച്ഛേദം ഇല്ലാത്ത ഒരു സുഭാഷിതമാണ്. അസ്ഥി എന്ന ക്രിയാപദമായതുകൊണ്ട് തന്നെ അന്വയ രചനയും സിമ്പിളാണ്. കിമസ്തി, ദാനമസ്തി, ദാനം ഉണ്ട്. കീദൃശം ദാനമസ്തി, ഭൂഷണം ദാനമസ്തി. കസ്യ ഭൂഷണം ദാനമസ്തി, ഹസ്തസ്യ ഭൂഷണം ദാനമസ്തി. അതേപോലെ തന്നെ ഇവിടെയും കിമസ്തി, കിമസ്തി സത്യമസ്തി, കീദൃശം സത്യമസ്തി, ഭൂഷണം സത്യമസ്തി, കസ്യ ഭൂഷണം സത്യമസ്തി, കണ്ഠസ്യ ഭൂഷണം സത്യമസ്തി. അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ ഭൂഷണൈഹി കിം പ്രയോജനമസ്തി. ഇവിടെ ഓൾറെഡി ചോദ്യം തന്നെയാണ്. മറ്റു ഭൂഷണങ്ങളാൽ എന്താണ് പ്രയോജനം? ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ചെറിയൊരു സുഭാഷിതത്തിന്റെ അർത്ഥം വരുന്നത്. ഇതിന്റെ എന്താ പറയാ, പദവിവരണം, ഓരോ പദത്തിന്റെയും വ്യാകരണാംശം ഞാൻ അടുത്ത ക്ലാസ്സിൽ എഴുതി കാണിക്കാം. ഓക്കെ.